ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം എന്തുണ്ട്, എല്ലാവർക്കും സുഖല്ലേ? ഫേസ് കണ്ട ഇതെല്ലാം കൊതു കടിച്ചാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു റെഡിയാവുന്ന കാണിച്ചിരുന്നു. എല്ലാം കൊതു കടിച്ചാണ്. ഇത് പിമ്പിൾസ്, ഇതും കൊതു കടിച്ചാണ്. എങ്ങനെ കൊതു കടിക്കാന്ന് വെച്ചാൽ കേട്ടോ, ഇതെന്ന് പറയുന്നത് നമുക്ക് റെഡിയാവാം. ഇന്ന് ഞാൻ കുറച്ച് നല്ല പോകുന്നുണ്ട്. കാരണം ഇന്ന് നമുക്ക് ഇതിന്റെ കളറ് പോയാ നമുക്ക് സ്ക്രിപ്റ്റ് ആഡിന്റെ ഷൂട്ട് ഉണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാ സാറ്റർഡേയും ക്ലാസ് ഉണ്ട് കേട്ടോ. അതിൽ ചില സമയത്ത് ക്ലാസ് ഉണ്ടാവും, ഇല്ലെങ്കിൽ അവിടെ പോയിട്ട് എന്തെങ്കിലും ഗെയിംസിനൊപ്പം ഡിബേറ്റ് അങ്ങനെ എന്തെങ്കിലും സ്റ്റഡീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഗെയിംസ് ആണ്. വേറൊന്നുണ്ടല്ലോ, ഉള്ള സ്റ്റഡീസ്. സോ ഞാൻ ഇതിലിട്ടിച്ചാ പോണേ. ഡ്രസ്സ് ഞാൻ ലാസ്റ്റ് കാണിച്ചിട്ട് എൻ്റെ ഈ ബാങ്കിലില്ല, ഞാൻ യൂസ് ചെയ്തില്ലേ. ഈ സൈഡ് ഉടഞ്ഞ്, ഈ സൈഡ് ഒരു വേറെ തന്നെ നിൽക്കുന്നുണ്ടാ. ഫോക്കസ് ആണ്. ഈ സൈഡ് ഒരു ഒടവ് വന്ന്, കാരണം ഞാൻ ഇതത്ര യൂസ് ചെയ്ത് പണ്ട് ഇതാ ട്രെൻഡിങ് ആയ പാട് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. സോ നമുക്ക് റെഡി ആവാം. എല്ലാ ദിവസവും സെയിം കണ്ടന്റ് കണിച്ച് നമുക്ക് ബോറടിക്കുന്നുണ്ടാവും. സാരില്ല അല്ലേ, എല്ലാ ദിവസവും സെയിം കണ്ടന്റ് അടിച്ച് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും അല്ലേ. ഫാൻ എടുക്കാം. എങ്ങനെ ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് എന്തൊരു പ്രശ്നം, ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് വോയിസ് നല്ലോണം കേൾക്കുന്നതാണ് ഞാൻ മെയിൻ വീഡിയോസ് എടുക്കാത്തത്. എനിക്ക് സെൽഫി നോട്ടിൽ വീഡിയോ എടുക്കാൻ വലിയ ഇഷ്ടമൊന്നുമില്ല. ചെറിയൊരു കേക്കിന്റെ ഇഷ്യൂ ഉണ്ടാവും. പിന്നെ എൻ്റെ ഈ ഷോളും ഡ്രസ്സും നല്ല കളർ ഡിഫറൻസ് ഇല്ലേ, അത് വീഡിയോയിൽ നല്ലോണം അറിയുന്നുണ്ട്, പക്ഷെ ഡയറക്റ്റ് അതങ്ങനെ അറിയുന്നില്ല. സിറം അപ്പൊ ഞാൻ പ്രത്യേകിച്ച് സാറ്റർഡേ ക്ലാസ്സിന് പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് മടിയാണ്. സാറ്റർഡേ പിന്നെ പറയണം. പണ്ടെല്ലാം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നാളെ സാറ്റർഡേ ക്ലാസ് ഉണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഇങ്ങനെ ലീവാക്കാനാ നോക്കല്ലേ. അത് ഫേസ് ചെയ്യുന്ന ഒരു സമയത്ത് പിമ്പിൾസേ ഉണ്ടാവില്ല. ഒരു സമയത്തില്ലേ എല്ലാം ഒക്കെ വരും. അതായത് വീട്ടിലെ കൊതുകടിച്ച് വീട്ടിലെ പിമ്പിൾ വന്ന് സ്ക്രിപ്റ്റ് ആഡിന്റെ ഷൂട്ടിന് വേണ്ടിട്ട് ഇപ്പൊ എന്തെങ്കിലും ക്രീം കൊണ്ടുപോകണം. എനിക്ക് ഞാനില്ലേ ബാക്കിയെല്ലാം തീരാൻ കാത്തിക്കുന്നതാണ്. നീക്കാന്ന് ഒക്കെ ഓർഡർ ആക്കാൻ വേണ്ടിച്ച്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഫ്രീ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ ലിപ്സ്റ്റിക്കും അതും 2 സാധനം മാത്രം ഓർഡർ ആക്കുമ്പോൾ ഒന്നും ഫ്രീ കിട്ടൂല. ഞാനൊരു 2-3 സാധനം ഒക്കെ ഓർഡർ ആക്കുമ്പോൾ എന്തായാലും ഫ്രീ കിട്ടും. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിച്ചാണ് അങ്ങനെ ചെയ്യാനാണ് പ്ലാന്. അപ്പൊ ഞാൻ വിചാരിച്ചെല്ലാം തീരട്ടെ എന്നിട്ട് തന്നെ വാങ്ങാമേ. പിന്നെ ഈ ഒരു കൺസീലർ പാലറ്റ് കണ്ട, ഇത് വെച്ചിട്ട് നമുക്ക് കൺസീൽ ചെയ്യാൻ ഇതൊറ്റുന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. കൺസീൽ ചെയ്യാനെല്ലാം കണ്ടോ, ഗ്രീൻ, ഒരു ഓറഞ്ച്, വയലറ്റ്, ഒരു കളറിൽ ഞാൻ യൂസ് ചെയ്തത് ഓറഞ്ച് യൂസ് ചെയ്ത്, പിന്നെ ഈ ഒരു കളറും യൂസ് ചെയ്തിന്, പിന്നെ ഗ്രീൻ കുറച്ച് യൂസ് ചെയ്ത്, ബാക്കി 3 ഷെയ്ഡ് ഞാൻ കറക്റ്റ് യൂസ് ചെയ്തിന് കേട്ടോ. അപ്പം ആദ്യം ഓറഞ്ച് വെച്ച് കുറച്ചൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. മിറർ എടുക്കട്ടെ. ഇതാ ഇപ്പൊ വീണത് ഒന്നാമത്തെ ബാക്കി. ഗായ്സ്, നിങ്ങൾക്ക് ഡെയിലി സെയിം കണ്ടന്റ് കണ്ടിട്ട് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചിലടത്ത് സൗണ്ട് കട്ടാക്കിയത് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് നല്ലവണ്ണം കേൾക്കുന്നതുകൊണ്ടാണ്. പിന്നെ ഇങ്ങനെ ഇപ്പൊ വീഡിയോ ചെയ്യുന്ന സമയത്ത് എൻ്റെ സൗണ്ട് അത്ര ക്ലിയർ അല്ല. പിന്നെ ഞാൻ ഇവിടെ വോയിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ കട്ടാക്കിയതാണ് കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കേൾക്കുന്നതുകൊണ്ട്. പിന്നെ ഞാൻ ഇന്ന് ഇത്രയും റെഡി ആയിട്ട് പോകുന്നത് എന്തറിയാം, നമുക്കൊരു ഷൂട്ട് ഉണ്ട് കേട്ടോ, സ്ക്രിപ്റ്റ് ആഡിൻ്റെ ഷൂട്ട്. പക്ഷേ ഞാൻ അത് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ഇതിൽ കൊടുക്കുന്നില്ലല്ലോ ലാസ്റ്റ്. കാരണം ആ വീഡിയോ ഇതുവരെ ഔട്ടായിട്ടാ, എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു, പക്ഷെ ഇതുവരെ നമ്മൾ ഔട്ടാക്കിയിട്ടാ വീഡിയോ. അപ്പം അത് ഞാൻ ഇൻസ്റ്റയിൽ എന്തായാലും പോസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കാണാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ചങ്ങ് റെഡി ആയിട്ട് പോകുന്നത്. കാരണം അതിൻ്റെ ഫേസിൽ നിറച്ച് പിമ്പിൾസ് ഉണ്ട്. നമ്മളെ സ്ക്രിപ്റ്റ് തന്നെ ഒരു സിറാണ് കേട്ടോ. അപ്പം നോക്ക്, ആ ഒരു ചുവപ്പ് മയം പോയില്ല. ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടു.
അതുകൊണ്ട് ആ ചുവപ്പ് മയോലും പോയി. അല്ലെങ്കിൽ ഇടിച്ചപ്പ്. ദെൻ ഹൈലൈറ്റർ. ഇത് കെ ബ്യൂട്ടീൻ്റെ ഹൈലൈറ്റർ ആണ് കേട്ടോ. ഇത് ഏത് ഷെയ്ഡ് എന്നറിയോ? നീണ്ട ഒരു ഷെയ്ഡ് ചാമ്പകീന അങ്ങനെ എന്തോ ചാമ്പേ ആ ഒരു ഷെയ്ഡാണ്. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ഇതൊരു കറുപ്പടിക്കുന്നു. ഇത് മുക്കാഭാഗം പ്രൊഡക്റ്റ് ഇവിടെയാണില്ലേ പുറത്ത്. ബട്ട് ഇതിന്റെ റോസ് വാങ്ങണം എന്ന് എനിക്കുണ്ട്. മസ്കര എൻ്റെ ഐബ്രോസിൽ ഷേപ്പ് ചെയ്യാത്ത പോലെ ഇല്ലേ? എന്താ പറയുക, ഞാൻ പണ്ട് അയച്ചിട്ടിട്ട് പറയാ നമ്മ എന്ത് പറഞ്ഞ ഐബ്രോസിന്റെ കാര്യം ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല ഓണം പെരുകൊണ്ട് കേട്ടോ. ഞാൻ പണ്ടെല്ലാം ത്രെഡ് ചെയ്യലുണ്ടായിരുന്നു. ഒരു സമയത്ത് ഞാൻ ഡെയിലി ത്രെഡ് ചെയ്യലുണ്ടായിരുന്നു. ഡെയിലി ഇല്ല, എന്തെങ്കിലും ഇങ്ങനെ ഫങ്ഷൻ വരുമ്പം അങ്ങനെയെല്ലാം ത്രെഡ് ചെയ്യലുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ഇപ്പം ഞാൻ ത്രെഡ് ചെയ്യാത്തത് ഏകദേശം ഒരു കൊല്ലം അയച്ചിട്ടും ഷാഡോ ബ്ലഷ് എല്ലാം എടുത്തിട്ട് പന്നിയും ചെയ്യില്ല. ഇതാ ഷാഡോയിൽ പൊടി പിടിച്ചു പോയി പുറത്ത്. ബ്ലഷ് ഇൻസൈറ്റിന്റെ ബ്ലഷാണ്. എടുക്കുന്ന സമയത്ത് ടോപ്പിക്കെല്ലാം മാറിയിട്ടുണ്ടാവും. സാരില്ല, അഡ്ജസ്റ്റ് ചെയ്യും. ടോപ്പിക്കെല്ലാം മാറിയിട്ടുണ്ടാവും, സാരില്ല. ശരി, ഞാൻ പോകട്ടെ. പിന്നെ ഈ ടോപ്പിക്ക് മാറുന്ന എന്താ പറയുക, ഞാൻ ഇങ്ങനെ വളവളാ സംസാരിക്കും കേട്ടോ. അപ്പം അതിൽ ഞാൻ എഡിറ്റാക്കുന്ന സമയത്ത് വേണ്ടാത്തെല്ലാം കുറച്ച് കട്ടാക്കും. അതാണ് ഞാൻ ഇങ്ങനെ വളവളാ സംസാരിക്കുന്നുണ്ടാണ് അങ്ങനെ ടോപ്പിക്കെല്ലാം മാറിയിട്ട് പോകുന്നത്. സോ ഇനി അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് കേട്ടാ. ഞാൻ ഇങ്ങനെയാണോ നോർമലി അതേപോലെയാണ് ആ വീഡിയോയിൽ നിൽക്കുന്നത്. ദെൻ ഇതാണ് കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. എനിക്കൊരു ഗോൾഡൻ കളർ വരുന്ന ഒരു സ്കേർട്ടാണ് ഉള്ളത്. പക്ഷെ ഞാൻ ആ സ്കേർട്ട് ഇടിച്ചാൽ ഞാൻ ഇതിന് പകരം ഒരു പാൻറ്റാണ് ഇട്ടത്. സ്കേർട്ടും തൊട്ടിച്ചിട്ട് വരെ ഞാൻ ക്ലാസ്സിൽ പോയിട്ടാട്ടാ. എൻ്റെ അധികം സ്കേർട്ട് ഔട്ട്ഫിറ്റ് തന്നെയാണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഞാൻ ഇതൊരു സ്കേർട്ട് ഇടിച്ച എല്ലാത്തിൻ്റെയും ഒക്കെ പാൻറ് തന്നെയാണ് ഇട്ടത്. അപ്പം ഈ ഒരു ഡ്രസ്സ് അന്ന് ഒരു പ്രാവശ്യം ഇട്ടത് തന്നെ. പിന്നെ ഞാൻ ഇതുവരെ ഇട്ടിച്ചേ ഇല്ല. ഈ ഡ്രസ്സിന് ഒരു കൊല്ലമായിട്ടുണ്ടാവും. ഈ ഡ്രസ്സിന് എൻ്റെ ഹൈലൈറ്റ്സിലുണ്ട് കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടൊരു പിക്ക്. എൻ്റെ മിക്ക ഡ്രസ്സും ഞാൻ അധികം യൂസ് ചെയ്യാൻ കഴിഞ്ഞത് ഇപ്പം ഞാൻ ഈ ക്ലാസ്സിന് വന്ന ടൈമാണ്. ഞാൻ കുറേ ഡ്രസ്സ് ഉണ്ട്. ഇല്ലെങ്കിൽ എല്ലാം നമ്മൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇടങ്ങി പോകുമ്പോട്ട് പിന്നെ അത് എല്ലാവരും കണ്ടത് ഇടാൻ കഴിയൂല എന്നെല്ലാം വിചാരിച്ചിട്ടിരിക്കും ഉണ്ടാലേ. പക്ഷെ ആടുന്ന് ഞാൻ ഈ ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഡെയിലി ഡ്രസ്സസ് ഇടുമ്പം എൻ്റെ ഏകദേശം ഡ്രസ്സും ഇപ്പം മുതലായിട്ടാ. ഇല്ലെങ്കിൽ എല്ലാം ഒരു പ്രാവശ്യം ഇട്ടിട്ട് ആടെ തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് ഇന്ന് ഫസ്റ്റ് സപ്രീൻ്റെ ഷൂട്ടാണ്. നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്താ ബൈ ഓഫീസിലേക്ക് പോയിട്ട് നമ്മള് ബിഹൈൻഡ് ദ സീൻ. ഹായ്. ഓർത്തിട്ടേ ഇല്ല. സപ്രി ക്യാമറമാൻ വയസ്സുകാരിലുണ്ട്. നമുക്ക് ക്ലാസ് ടൈം ഷൂട്ട് ചെയ്യാൻ പറ്റൂല. നമ്മൾ 1 മണിക്ക് ശേഷമാണ് ഷൂട്ട് ചെയ്യണമെങ്കിൽ. അപ്പം നമ്മളത് സ്ക്രിപ്റ്റ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിനി. എൻ്റെ ഒരു ഐഡിയ ഉണ്ടായിനി. അപ്പം നമുക്ക് 2 ഐഡിയാസ് ഉണ്ടായിനി. അതിലൊന്നാണ് നമ്മൾ എടുത്തത്. അങ്ങനെ സപ്രീൻ്റെ ഓളായിരുന്നു ഷൂട്ട് ചെയ്ത് നേരായിട്ടാണ്. എന്നിട്ട് ഓരതും കഫേയിൽ തന്നെയാണ് എടുത്തത്. അങ്ങനെ ഇപ്പോൾ 1 മണിക്ക് ശേഷം നമ്മളെല്ലാവരും കഫേയിൽ പോയിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. ഇത് എന്ത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽ ഇട്ടിനി ബിഹൈൻഡ് ദ സീൻ. അപ്പം എല്ലാവരും വിചാരിച്ചു ഞാൻ എന്തോ ഫിലിമിൽ കയറിയെന്ന്. അതല്ലാത്ത സംഭവം. നമുക്കൊരു സ്ക്രിപ്റ്റ് ആഡ് ചെയ്യാനുണ്ട്. ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്റ്റുഡൻറ്റിന് അറിയുമായിരിക്കും ഇതെന്താണ്. ഒരു ഷൂട്ടിന് വേണ്ടിട്ട് പോകുന്നത്. ഓരോരാൾക്ക് ഓരോരോ ബ്രാൻഡ് എടുത്തിട്ട് ആ ബ്രാൻഡിന് വേണ്ടിയിട്ട് ഒരു ആഡ് ചെയ്യണം.
അത് അതിലൊരു ബ്രാൻഡ് സ്റ്റോറി ഉണ്ടായിരിക്കണം. പിന്നെ അത് നമുക്ക് ഇങ്ങനെ ഒരു സാധനം എടുക്കാൻ കഴിയൂല, ആ പ്രൊഡക്റ്റ് അത്രയും ഫേമസ് ആയിരിക്കണം, അതിനൊരു ബ്രാൻഡ് ഉണ്ടാവണം, അങ്ങനെ കുറേ സംഭവം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവർക്കെല്ലാം കിട്ടിയത് പെർഫ്യൂം ആണ് കേട്ടോ. അങ്ങനെ അവര് പെർഫ്യൂമിന്റെ ബോക്സ് റെഡിയാക്കിലാണ്, പക്ഷെ അതൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഗൈസ്, അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഹോസ്റ്റ് ചെയ്യുന്നത് ആര്? നമ്മുടെ സ്വന്തം വ്ളോഗാണ് ഗൈസ്. വ്ളോഗർ പേരാക്കി ഓർ അങ്ങനെയെല്ലാം പറഞ്ഞെങ്കിലും ഓരെല്ലാം നടന്നിട്ട് വന്ന് ഞാൻ എന്റെ സ്കൂട്ടി എടുത്തിട്ട് നേരെ പലുവതയിൽ പോയിട്ടാ. അപ്പം ഈ ബ്രാൻഡ് സ്റ്റോറി ഉണ്ടാക്കാൻ നമ്മൾ കുറേ കഷ്ടപ്പെട്ടിന്. കാരണം എനിക്ക് ഒരു ഇമോഷൻ വേണം, കുറേ സംഭവം വേണ്ട, ക്യാരക്ടർ, കോൺഫ്ലിക്റ്റ്, റെസൊല്യൂഷൻ, എല്ലാ സംഭവവും വേണം. അപ്പം അതെല്ലാം വെച്ച് റെഡിയാക്കലാണ്. പിന്നെ ഈ സമയത്ത് തന്നെ 2 ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് പെർഫ്യൂമിന്റെ അവർ, രണ്ടാമത് ഇവിടുന്ന് കഫയിൽ നിന്നും ഷൂട്ട് ചെയ്ത്, ഞമ്മ അതിന്റെ ഇപ്പുറത്തൊന്നും ഷൂട്ട് ചെയ്ത്. ശരിക്കും നമ്മ കഫയിൽ നിന്ന് തന്നെ വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മ മൈക്ക് എടുത്തിട്ടാട്ടാ. വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ ആ ക്രീം എടുത്തിട്ടാ, ക്രീമല്ല സിറം എടുത്തിട്ടാ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സിറം ഓർത്തിരുന്ന ആൾക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടാ, മറിച്ച് ഫോണിൽ കാണിച്ചു തന്നിട്ടാ എടുത്തത്. അത് നിങ്ങൾക്ക് ആ വീഡിയോ ഔട്ടായിട്ടാ മനസ്സിലാവട്ടാ. അങ്ങനെ ഏകദേശം നമ്മളെ വീഡിയോസ് എടുക്കലെല്ലാം കഴിഞ്ഞ് പിന്നെ സപ്രീന്റെ ഷൂട്ടിലും ഞാൻ ഉണ്ടായിട്ടാ. അങ്ങനെ നമ്മൾ ലാപ്ടോപ്പിൽ വെച്ച് ഓഫീസിൽ ഇരിക്കലാന്ന്. ഓരതൊരു പെർഫ്യൂം ഓഫീസ് അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടാ.